റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാനുള്ള ബക്കാടി കമ്പനിയുടെ അപേക്ഷയുടെ ഫയൽ നീങ്ങിയത് ശരവേഗത്തിലാണ്. 2023 തുടങ്ങിയ ഫയൽ UDF അധികാരത്തിലെത്തി 3-ാം ദിവസം വീണ്ടും സജീവമായി എന്നതിന്റെ തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. മെയ് 18-നാണ് സത്യപ്രതിജ്ഞ. ഫയൽ സജീവമായി തുടങ്ങിയത് മെയ് 21-ന്. വെറും 2.5 മണിക്കൂർ കൊണ്ട് ഫയൽ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി. മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം ശരവേഗത്തിൽ നീങ്ങി. ജൂൺ 15-ന് മുഖ്യമന്ത്രി തീരുമാനമാക്കി. ജൂൺ 16 അതിരാവിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ ഫയൽ നീക്കി. അതിനുശേഷം 1 മിനിറ്റ് കൊണ്ടും 2 മിനിറ്റ് കൊണ്ടും ഫയൽ നീങ്ങുന്നത് കാണാം. അങ്ങനെ നികുതി ഇളവിന് വേണ്ടിയുള്ള ബക്കാടി മദ്യ കമ്പനിയുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ് ഈ ബജറ്റിലൂടെ അവസാനമാവുകയാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയും അന്നത്തെ ടാക്സ് സെക്രട്ടറിയുമായ രത്തൻ യു ഖേൽക്കർ ഇതേ ഫയൽ അന്ന് കണ്ടിരുന്നു എന്ന് തെളിയിക്കുന്ന ഫയൽ മൂവ്മെന്റ് ഹിസ്റ്ററി റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. LDF സർക്കാർ ഉള്ളപ്പോൾ ബക്കാടി കമ്പനി പരമാവധി ശ്രമിച്ചിട്ടും നടക്കാത്തത് UDF സർക്കാർ വന്നതിന് ശേഷം വളരെ എളുപ്പം നടന്നു എന്നതാണ് ബക്കാടി കമ്പനി കൊടുത്ത അപേക്ഷയുടെ ഫയൽ മൂവ്മെന്റ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. TV പ്രസാദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. TV പ്രസാദിലേക്ക് പോവുകയാണ്. TV പ്രസാദ്, ഈ ഫയൽ മൂവ്മെന്റ് ഹിസ്റ്ററി വ്യക്തമാക്കുന്നത് എത്രത്തോളം താല്പര്യവും എത്രത്തോളം സമ്മർദ്ദവും ഈ ഫയൽ മൂവ്മെന്റിന് പിന്നാൽ ഉണ്ടായിരുന്നു എന്നത് കൂടിയാണ്. മിനിറ്റുകൾ മാത്രം എടുത്ത് എങ്ങനെയാണ് ഒരു സർക്കാർ ഫയൽ മുന്നോട്ട് പോകുന്നത് എന്നത് അത്ഭുതമാണ്. TV പ്രസാദ്, ഗുഡ് മോർണിംഗ് മാധു. ഉറപ്പായും ഇതൊരു അത്ഭുതം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ 2023 തന്നെ ബക്കാടി കമ്പനി നികുതി കുറച്ചു കിട്ടാനുള്ള നീക്കം ഉദ്യോഗസ്ഥർ വഴിയും രാഷ്ട്രീയക്കാർ വഴിയുമെല്ലാം സംസ്ഥാനത്ത് വളരെ സജീവമാക്കിയിരുന്നു. ബോംബെ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം അവിടുത്തെ അധികം മദ്യത്തിന്റെ ലഹരി ആവശ്യമില്ലാത്തവർക്ക് ധാരാളം വിൽക്കുന്ന ബക്കാടി ബ്രീസർ എന്ന കമ്പനി ധാരാളം വിറ്റുപോകുമ്പോഴും കേരളത്തിൽ അവർക്കത് സാധിച്ചിരുന്നില്ല. അങ്ങനെ 2023 ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് ബക്കാടി കമ്പനിയുടെ അപേക്ഷ സംസ്ഥാനത്ത് ഫയലായി മാറുന്നത്. അന്ന് ഇതിന്റെ എല്ലാം തലപ്പത്തിലുണ്ടായ ഉദ്യോഗസ്ഥർ ഇന്ന് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നവരാണ് സംസ്ഥാനത്ത്. അന്നത്തെ ടാക്സ് സെക്രട്ടറി രത്തൻ യു ഖേൽക്കറാണ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറി. 2023 ഈ ഫയൽ അന്നത്തെ ടാക്സ് സെക്രട്ടറിയായ രത്തൻ യു ഖേൽക്കർ കണ്ടതിന്റെ തെളിവുകൾ നമ്മൾ ഈ പുറത്തുവിടുന്ന ഫയൽ മൂവ്മെന്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അന്നത്തെ GST കമ്മീഷണർ എബ്രഹാം റൻ ഈ ഫയൽ കണ്ടതിന്റെ രേഖകൾ അതിലുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, അന്നത്തെ സർക്കാർ ആ കാലത്ത് അത്രയും ശ്രമിച്ചിട്ട് നടന്നില്ല. പിന്നീട് UDF സർക്കാർ അധികാരത്തിലേറുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 2026 മെയ് മാസം 18-ാം തീയതി. വീണ്ടും അതാ ബക്കാടി കമ്പനിയുടെ ആളുകൾ സജീവമായി തുടങ്ങി. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത് 3-ാമത്തെ ദിവസം 3.5 വർഷം പഴക്കമുള്ള ഫയൽ, ബക്കാടി കമ്പനിയുടെ ഫയൽ വീണ്ടും സജീവമാവുകയാണ് മാധു. അങ്ങനെ 21/5/2026 ആ ഫയൽ വീണ്ടും സജീവമായി ശരവേഗത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാലിന്റെ അടുത്തേക്ക് നീങ്ങുന്നു. ഒട്ടും താമസിക്കാതെ ജ്യോതിലാൽ അത് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. അധികാരത്തിലേറി ദിവസങ്ങൾ മാത്രമായുള്ള സമയമായതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവിടെ ഒരു 15-16 ദിവസത്തിന്റെ ഗ്യാപ്പ് കാണുന്നത്. ജൂൺ മാസം 14-ാം തീയതി രാത്രി 10:22 VD സതീശൻ അതിൽ തീരുമാനമെടുക്കുന്നത്. തൊട്ടടുത്ത ദിവസം രാവിലെ കൗതുകമായ ഒരു കാര്യമുള്ളത്, രാവിലെ ഓഫീസിലെത്തുന്നതിന് മുമ്പ് തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായ KR ജ്യോതിലാൽ ആ ഫയലിൽ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. ഉറക്കമിളച്ചിരുന്ന് പണിയെടുക്കുന്നത് നല്ലതാണ് അല്ലെ? ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഉറക്കമിളച്ചിരുന്ന് പണിയെടുക്കുന്നത്, രാത്രി എന്നില്ലാതെ മുഖ്യമന്ത്രിയും വെളുപ്പാൻ കാലം എന്നില്ലാതെ സെക്രട്ടറിയും ഒക്കെ പണിയെടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് എന്നും എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക ഫയലിൽ മാത്രം ഈ ആശയവിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്നതും കൗതുകകരമാണ്.
അത് തന്നെയാണ് മാധു പ്രധാനപ്പെട്ട കാര്യവും. ഈ ഉത്സാഹം വേണം, ഈ താല്പര്യം വേണം. എന്നാൽ മാത്രമേ സംസ്ഥാനത്തിന് വികസനം ഉണ്ടാകൂ, പുരോഗതി ഉണ്ടാകൂ, പാവപ്പെട്ട മനുഷ്യർക്കൊരു പ്രതീക്ഷ ഉണ്ടാകൂ. പക്ഷേ ഈ വേഗത ഇന്ത്യയിലെ ഏറ്റവും വലിയ മദ്യരാജാക്കന്മാർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 3.5 വർഷമായി സംസ്ഥാനത്ത് നടക്കാത്ത ഒരു ഫയൽ വളരെ വേഗം അതിൽ നികുതി ഇളവ് പ്രഖ്യാപിക്കാനുള്ള നീക്കമായിരുന്നു എന്നുള്ളതാണ്. ഈ വേഗത നമ്മുടെ മറ്റു ഫയലുകൾക്ക് കൈവന്നാൽ ഒരുപക്ഷെ കേരളം കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ചയിലേക്ക് നീങ്ങും. അത് ഉണ്ടാകില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ അത് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വിജയിക്കും. ഈ മദ്യരാജാക്കന്മാർക്ക് വേണ്ടിയുള്ള ഈ തീരുമാനം, ഈ വേഗത മറ്റു ഫയലിൽ കൂടി കാണിക്കേണ്ടതുണ്ട്. മാധു, ഞാൻ പറഞ്ഞു വന്നത് LDF സർക്കാരിന്റെ കാലത്ത് കിണഞ്ഞു ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ബക്കാഡിയുടെ താല്പര്യം അന്നത്തെ ഉദ്യോഗസ്ഥർ പുതിയ രീതിയിൽ വരുമ്പോൾ, പുതിയ സർക്കാർ വരുമ്പോൾ, VD സതീശൻ വരുമ്പോൾ അത് വളരെ എളുപ്പം നടപ്പിലാകുന്നു എന്നുള്ളതാണ്. മെയ് 18-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത് വെറും 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് സംസ്ഥാനത്തെ 251% എന്ന് പറയുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ നികുതി ഒരൊറ്റ അടിക്ക് 120%-വും 170%-വുമായി കുറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഗുരുതരമായ കാര്യം. ഒരാള് പോലും അറിയാതെ, എക്സൈസ് വകുപ്പ് മന്ത്രി ലിജു പോലും അറിയാതെ, കോൺഗ്രസ് പാർട്ടി അറിയാതെ ഈ മദ്യം വിൽക്കാനുള്ള തീരുമാനം നികുതിയാക്കി പുനഃസംഘടിപ്പിച്ചു കൊടുക്കുന്നു, നികുതി ഇളവ് കൊടുക്കുന്നു. സംസ്ഥാനത്തിന് കടുത്ത ബാധ്യതയുള്ള സംസ്ഥാനത്തിന് കോടികളുടെ ഈ രേഖകൾ നോക്കുകയാണെങ്കിൽ VD സതീശൻ 14-ാം തീയതി രാത്രി 22:12 അതായത് 10 മണിക്ക് ആ ഫയൽ നോക്കുന്നു, 10:12 ഫയൽ നോക്കുന്നു. രാവിലെ ജ്യോതിലാൽ അത് 8:45 നോക്കുന്നു. അതിനുശേഷം മനോജ് കെയിലേക്ക് എത്തുമ്പോൾ അത് രാവിലെ 10:41. അടുത്തയിടത്തേക്ക് മഞ്ജുഷയിലേക്ക് എത്തുമ്പോൾ അത് 10:42. നേരത്തെ GV പ്രസാദ് ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ 1 മിനിറ്റ് 2 മിനിറ്റ് രാത്രി പുലർച്ചെ എന്ന നിലയ്ക്ക് ആ ഫയൽ നീങ്ങുന്നത് വളരെ ദൃശ്യമാണ്. അതാണ് മാധു ഇതിലെ പ്രധാനപ്പെട്ട കാര്യവും. അത് തന്നെയാണ് നമ്മൾ പറയാൻ ശ്രമിച്ചതും. ഒരു മദ്യ കമ്പനി അവർ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ വിലക്കെടുത്തുകൊണ്ട് അവരുടെ ആവശ്യം സാധ്യമാക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അതിന് കുടപിടിക്കുന്നവരായി, അവരുടെ കീഴിൽ നിൽക്കുന്നവരായി നമ്മുടെ സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥർ പോലും മാറുന്നു എന്നുള്ളതാണ്. ബജറ്റിന്റെ തൊട്ടു മുമ്പ് ഒരുപക്ഷെ തിരക്കിനിടയിലേക്കാണോ VD സതീശന്റെ മുന്നിലേക്ക് ഈ ഫയൽ വന്നതെന്നറിയില്ല. പക്ഷേ VD സതീശനെ നയിക്കേണ്ട, VD സതീശന് ഉപദേശം കൊടുക്കേണ്ട രത്തൻ ഖേൽക്കർ 3 വർഷങ്ങൾക്ക് മുമ്പ് ആ ഫയൽ കണ്ടിട്ടുണ്ട് മാധു. യഥാർത്ഥത്തിൽ രത്തൻ ഖേൽക്കറിന് അറിയാമായിരുന്നു ഇത് പ്രശ്നമുള്ള ഫയലാണ് എന്ന്. പക്ഷെ എന്നിട്ടും എങ്ങനെയാണ് ശരവേഗത്തിൽ അത് പറന്ന് ബജറ്റിലേക്ക് മാറി വന്നത് എന്നുള്ളതാണ്. എല്ലാ തീരുമാനത്തിന്റെയും ഇടയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരാളോടും പറയാതെ, എക്സൈസ് വകുപ്പിന്റെ മന്ത്രിയോടുകൂടി പറയാതെ എങ്ങനെയാണ് ഇത്തരമൊരു തീരുമാനം സംസ്ഥാനത്ത് നടപ്പിലായത് എന്നുള്ളതാണ്. ശരവേഗത്തിൽ പറക്കുന്ന ഫയലുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. പക്ഷെ അത് മാധു മദ്യരാജാക്കന്മാരുടെ കാര്യത്തിൽ മാത്രമായി കൂടാ. ഇത്ര രഹസ്യമായ ഒരു തീരുമാനം സംസ്ഥാനത്ത് വലിയ കോടികളുടെ നഷ്ടമുണ്ടാകുമെന്ന് മാത്രമല്ല, പുതിയ ആളുകളെ മദ്യപാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ള, മദ്യ ഉപഭോഗം വലിയ രീതിയിൽ കൂടാൻ സാധ്യതയുള്ള ബക്കാഡി, ബ്രീസർ പോലെയുള്ള കമ്പനികൾ കേരളത്തിലേക്ക് ചവിട്ടി നിൽക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു ഈ ശരവേഗത്തിൽ പറന്നുപോയത് എന്നതാണ്. 2023 ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ആ ഫയൽ കാണുന്നുണ്ട്. രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും ചില ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷം ആ വഴി ഇങ്ങനെയായിരുന്നു എന്നത് പറയുമല്ലോ പ്രസാദ്. ഉറപ്പായും അത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യവും. രത്തൻ ഖേൽക്കറിന്റെ പേര് നമ്മൾ എടുത്തു പറയാനുള്ള കാരണവും ഇത് തന്നെയാണ്. കാരണം രത്തൻ ഖേൽക്കർ നേരത്തെ ടാക്സിന്റെ സെക്രട്ടറി ആയിരുന്നു. ധനവകുപ്പിന്റെ ചുമതല കൂടിയുള്ള ആളാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് ഒരുപക്ഷെ രത്തൻ ഖേൽക്കറിനെ പൂർണ്ണമായി വിശ്വസിച്ചത് കൊണ്ടാണോ ഇങ്ങനെ അത് അബദ്ധമാണോ മുഖ്യമന്ത്രിക്ക് പറ്റിയത് എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളോടൊന്നും ആലോചിക്കാതെ, പാർട്ടിയോട് ആലോചിക്കാതെ, എന്തിന് വകുപ്പ് മന്ത്രിയോട് പോലും ഒരു വാക്ക് പറയാതെ ഇപ്പോൾ വേണമെങ്കിൽ ബെവ്കോയ്ക്ക് ആ മദ്യം വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഉറപ്പായും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടാണ്. നേരത്തെ
കൈ പൊള്ളും എന്നായപ്പോഴാണ് LDF അത് മാറ്റിവെച്ചത്. അതിന്റെ നടപടികളിലേക്ക് LDF കടന്നിരുന്നു. എക്സൈസ് ഭാഗത്ത് നിന്ന് ക്ലാസിഫിക്കേഷൻ വന്നിരുന്നു. നികുതി നിശ്ചയിക്കുന്ന ഘട്ടത്തിലാണ്, അതല്ലെങ്കിൽ അത് തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് അത് വേണ്ടതില്ല എന്ന തീരുമാനം പാർട്ടി എടുക്കുന്നത്. കാരണം അവർക്കറിയാം മദ്യം കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും പൊള്ളുന്ന വിഷയമാണ്. നമുക്കറിയാം KM മാണിയുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതുൾപ്പെടെയുള്ള നിരവധി വിവാദങ്ങൾ സംസ്ഥാനത്ത് കത്തിക്കയറിയിട്ടുണ്ട് മദ്യത്തിന്റെ പേരിൽ. ഈ മദ്യം കടന്നു വരുന്നതോടുകൂടി വീര്യം കുറഞ്ഞതിന്റെ പേരിൽ നികുതി കുറച്ചു എടുക്കാനുള്ള ഈ തീരുമാനം അത് സംസ്ഥാനത്ത് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് പോലും VD സതീശൻ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട ഫയൽ എത്ര വേഗമാണ് മുന്നോട്ട് പോയത് എന്നത് തെളിയിക്കുന്ന ഫയൽ മൂവ്മെന്റ് ഹിസ്റ്ററിയാണ് റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. നമ്മൾ നേരത്തെ TV പ്രസാദും ഞാനും ഒക്കെ പറഞ്ഞതുപോലെ ഫയലുകൾ ഇങ്ങനെ തന്നെ നീങ്ങണം. പക്ഷേ ഈ അതിവേഗം ബഹുദൂരം സഞ്ചരിക്കുന്ന മാജിക് ഒരു മദ്യ കമ്പനിക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്നതറിയാൻ സ്വാഭാവിക കൗതുകം ഏതു പൗരന്മാർക്കാണെങ്കിലും ഉണ്ടാകും എന്നുകൂടി പറഞ്ഞു പോയെന്നുള്ളൂ. 1 മിനിറ്റ് 2 മിനിറ്റ് രാത്രി മുഖ്യമന്ത്രി ഏതാണ്ട് 10:15 മണിക്ക് ഫയൽ നോക്കുന്നു. രാവിലെ സെക്രട്ടറി അത് 8:45 ഈ ഔദ്യോഗിക സമയം ആരംഭിക്കുന്നതിന് മുൻപ് നോക്കുന്നു. അതിനുശേഷം ഫയൽ മൂവ് ചെയ്യുന്നത് 10:41 10:42 ഈ വേഗത്തിലാണ്. സ്വാഭാവികമായും ആർക്കു വേണ്ടിയാണ് ഈ ധൃതി ഉണ്ടായത് എന്നൊരു ചോദ്യം ഉണ്ടാകും.